ഈ വാണി വിശ്വനാഥിനൊരു ആർട്ടിസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സ്വാഗ് ഉണ്ട്, ഈ പറഞ്ഞ ഒരു മാസ് ഫാക്ടർ. അവർ ജസ്റ്റ് ഒരു നോട്ടത്തില് ഒരു കിക്കിലൊക്കെ എപ്പോഴും ഭയങ്കര പഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഒരു റെട്രോ ഹീറോ ആണ് അവര്. അപ്പൊ അതിന്റെ ഒരു കംബാക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ആക്ച്വലി അതെ, അത് നേരിട്ട് കാണാൻ പറ്റിയത് തന്നെ ഇറ്റ് വാസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ഓഫ് us. ഐ തിങ്ക് അവർ ടേക്കിന് മുമ്പേ നല്ല നൈസായിട്ടുള്ള മെസ്സേജസ് ഒക്കെ കാണിച്ചു തരും. അവരുടെ മോളുടെ പറ്റിയൊക്കെ കുറേ പറഞ്ഞിരുന്നു. പിന്നെ അവർ ഓൾഡ് വീഡിയോസ് ആൻഡ് സോങ്സ്, അവർ ചിരഞ്ജീവി സാറിൻ്റെ കൂടെ അഭിനയിച്ച സോങ്സും പോർഷൻസും ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. സോ ഷി വാസ് വെരി സ്വീറ്റ്, ലൈക്ക് ജസ്റ്റ് ലൈക്ക് സമ്മൺ ഇൻ അവർ ഫാമിലി പോലെയാണ് സംസാരിക്കുക. പക്ഷെ ടേക്ക് ആവുമ്പോൾ ഷീസ് കംപ്ലീറ്റ്ലി ഇൻ ടു ദ ക്യാരക്ടർ. ഷീസ് ലൈക്ക് ബാങ് ഓൺ. ആ ഒരു ചേഞ്ച് ഓവർ ഭയങ്കര ഒരു സംഭവമാണ്. ബോസ് പോലെയാവും അത്. ലൈക്ക് പോലീസ് തന്നെ അവിടെ നിൽക്കുന്ന പോലെ ഉണ്ടാവും. ചെറുപ്പത്തിൽ കണ്ടു വളർന്നല്ലേ ഇത് ചേച്ചി ഇസ് ഹാർഡ് കോർ. അതുപോലെ തന്നെ ഇങ്ങനെ പേടിപ്പിച്ച് ഉറപ്പിച്ച് നിർത്തുന്ന പരിപാടിയാണ്. സോ ഇപ്പോഴും എൻ്റെ അമ്മയ്ക്ക് ബാസിക്ക് അടി കിട്ടിയ സിനിമ എന്ന് പറയുമ്പോൾ കരച്ചിൽ വരും. അൺഫോർച്യുനേറ്റ്ലി ചില പടത്തിലൊക്കെ കിട്ടാറുണ്ട്. ഇപ്പൊ നല്ല ഇടിമേടിക്കലാണ്. ഫൈറ്റ് അല്ലെങ്കിൽ ആക്ഷൻ അതിന് എത്രമാത്രം ഐ ലവ് ഇറ്റ്. ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ചെയ്യാൻ സാധിക്കാം. കൂടുതൽ ഡൈനാമിക് ആയിട്ടുള്ള ഷോട്ടുകളല്ലേ, അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് ഷൂട്ട് ചെയ്യാൻ. അടിപൊളിയാണ്. ഇതിപ്പോ ഇടിയാണെങ്കിലും മൂവ്മെന്റ് ആണെങ്കിലും ചേസിങ് ആണെങ്കിലും എന്താണെങ്കിലും ഓൾ ഓഫ് us. പാട്ട് പാടുമ്പോഴുള്ള പെർഫോമറിൽ അതാണോ ആക്ടറിനാണോ കൂടുതൽ കണക്ട്? എനിക്കതിനെ സെപ്പറേറ്റ് ചെയ്യാനൊരു താല്പര്യമില്ല. അത് ഒരാളാണെന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പോൾ അത് തന്നെയാണ് അതിന്റെ ഉത്തരവും. അത് ഒറ്റ ഇറ്റ്സ് ടു ഡിഫറെന്റ് തിങ്സ്. പക്ഷെ അതിനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അവനെ ഇഷ്ടം, എനിക്ക് അവനെ ഇഷ്ടം, അങ്ങനെ അതില്ല. ഞാൻ തന്നെ പാടണം, ഞാൻ തന്നെ അഭിനയിക്കണം. സോ when I get to have a dialogue, എനിക്ക് കൾച്ചറിനോടും ഇപ്പൊ സിനിമയുടെ രീതിയിലായാലും സിനിമയുടെ രൂപത്തിലായാലും പാട്ടിന്റെ രൂപത്തിലായാലും നമുക്ക് ഒരു ഡയലോഗ് നടക്കുകയാണല്ലോ. എൻ്റെ ജീവിതമാണെങ്കിലും ബീങ് ശ്രീനാഥ് ബാസി or whatever, like it's just it's beautiful, but at the same time it comes with വേറെ അതിൻ്റെതായ കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കറക്റ്റായിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. എൻ്റെ പൊന്നു വെച്ചാൽ ഞാൻ ഒരു പാട്ടാണ് സിനിമയിൽ അഭിനയിക്കണം. ഞാൻ ഈ പരിപാടിന് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ ആൾക്കാരോട് എനിക്കതാ പറയാനുള്ളത്. ബട്ട് ഇറ്റ്സ് ഗുഡ് ദോ. ഇൻസ്പിറേഷൻ അടിപൊളിയാണ്. ആൾക്കാർക്ക് നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാണ്. Don't ever follow me, man. Don't ever. That's a mistake. You know, I'm just like you all. So yeah. ബാസി ഇപ്പൊ നമ്മുടെ അവനോട് രാവിലെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് പറയാനുണ്ടായിരുന്നു, ഷോട്ടിന് മുമ്പ് എങ്ങനെയാണ് ഷോട്ട് കഴിഞ്ഞാൽ ആ സംഭവം ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് എന്നുള്ളത്. കുറേ സീക്വൻസുകളുണ്ടല്ലോ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലേ അത് ഭയങ്കര മെത്തഡിക്കലായിട്ട് ഇതിനെ സമീപിക്കാതെ എപ്പോഴാണോ സ്റ്റാർട്ട് ക്യാമറ പറയാ അത് മാറുക, അങ്ങനത്തെ ഒരു ആക്ടറോട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു രസം വേറെ അല്ലേ? ഡെഫിനറ്റ്ലി. അത് നമുക്ക് കുറേ അതിൽ കണ്ട് ഒബ്സർവ് ചെയ്ത് ഗ്രാസ്പ് ചെയ്യാനും പഠിക്കാനും നമുക്ക് കുറേ ഉണ്ടാവും. ആൻഡ് സം പീപ്പിൾ ആർ മെത്തേഡ് ആക്ടേഴ്സ്. ഞാൻ അതും കുറച്ച് സംടൈംസ് കണ്ടിട്ടുണ്ട്. ഫഹദ് സാറൊക്കെ ചില സമയത്ത് ക്യാരക്ടർ വിട്ടു പോവില്ല. അങ്ങനെ അതും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഹി ഡസൻ ബ്ലിങ്ക് മച്ച്. സോ അങ്ങനെയൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാണി ചേച്ചി ഫോർ ദാറ്റ് മാറ്റർ, ഓർ ലാൽ സർ ഫോർ ദാറ്റ് മാറ്റർ, ഓർ ബാസി, ലൈക്ക് ആക്ഷൻ പറയുന്ന സമയത്ത് ദേ ആർ കംപ്ലീറ്റ്ലി ഇൻ ടു ദ ക്യാരക്ടർ. ദാറ്റ്സ് ഹൗ എവറി ആക്ടർ വർക്ക്സ്. ബട്ട് സ്റ്റിൽ അതിനൊരു സോള് വരുത്തുക എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടറായി കംപ്ലീറ്റ്ലി നമുക്ക് അവരെ കാണാൻ പറ്റും ലിറ്ററലി. ആൻഡ് ദാറ്റ്സ് ബ്യൂട്ടിഫുൾ പ്രോസസ് ആക്ച്വലി. അത് നല്ല രസമാണ്. അത് കണ്ട് പഠിക്കാനും കുറേ ഉണ്ടാവും അതിൽ. ഒരു ക്യാരക്ടറുടെ കൺവിൻസിങ് ആവുക എന്നുള്ളൊരു ഏരിയ ഉണ്ടല്ലോ. അതായത് ഇപ്പം അരികയിൽ അധികം സീൻസ് ഇല്ല, നോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ നോട്ടത്തിൽ അയാൾക്ക് അവരുടെക്കാൾ ഏജിലായിട്ടുള്ള ആളുടെ പ്രണയം കൺവിൻസിലാണ്, അയാൾക്ക് സ്വയം ഒന്നും ആവാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ കൺവിൻസിലാണ്. ഇപ്പം അയാൾ ഞാൻ തമ്മിൽ എല്ലാം ആയാലും ശരി വളരെ കൺവിൻസിങ് ആ ബാസി ആ റോളുകളിലെല്ലാം തന്നെ. ഇപ്പം കുഞ്ഞനായാലും കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷെ അയാൾക്ക് അയാളുടെ ജീവിതത്തിലുള്ള നിരാശ മുഴുവനും കൺവിൻസിങ് ആണ്. ഈ കൺവിൻസിങ് ആവാൻ വേണ്ടിയിട്ട് ശ്രീനാഥ് ബാസിയോട് തന്നെ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടോ? കൺവിൻസിങ് എന്ന് പറയുമ്പോൾ
എളുപ്പത്തിൽ വിശ്വസിക്കാം അത് ചെയ്യും ആ ക്യാരക്ടർ. താങ്ക്സ് മാൻ. ഇല്ല, അങ്ങനെ ഒരു പ്രോസസ്സും അങ്ങനെ അതിനെ ചിന്തിച്ച് അതിൻ്റെ പുറകെ പിടിച്ച് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല എനിക്ക്. ഞാൻ അങ്ങനെ ചെയ്യണം. എനിക്കങ്ങനെ ഞാൻ അതിൻ്റെ പുറകെ ആലോചിച്ചൊക്കെ പോയി കുറച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഐറ്റിടുന്ന പോലെ ഇരിക്കും. അങ്ങനെ അഭിനയിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും അഭിനയിക്കുന്നതാണ് എന്തോ ചെയ്യാൻ. ഐ ഡോണ്ട് ഡു ദാറ്റ്. ഐ ജസ്റ്റ് ട്രൈ ടു ബി ദാറ്റ്. അതെനിക്ക് സംഭവിച്ച എൻ്റെ അവസ്ഥ എന്തായിരിക്കും. ദുഃഖങ്ങൾ അഭിനയിക്കുന്ന സീനിലോ പെട്ടെന്ന് ദുഃഖവും. രണ്ട് പ്രോസസ് ഉണ്ടല്ലോ. ആ ക്യാരക്ടറിന് അത് സംഭവിച്ചു, ഞാനത് ആലോചിക്കാം. എനിക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാൻ എന്താ ചെയ്യാ, അങ്ങനെ ആലോചിക്കുമല്ലോ. അപ്പൊ കുഞ്ഞനാവുമ്പോ നേരത്തെ എന്താ ആലോചിക്കുന്നത്? കുഞ്ഞനായിരുന്നപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ആ ടൈമിൽ ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങാണ്ട് അടുത്ത ദിവസം രാവിലെ എണീറ്റ് നിൽക്കുമ്പോഴാണ് ശരിക്കും ഉറങ്ങാണ്ട് ഞാൻ ഒന്ന് കുക്ക് ചെയ്യണ സീൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്പോൾ ഫുള്ള് അപ്പോൾ ഇറ്റ് വർക്ക്ഡ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ഏത് അവസ്ഥയിലാണ് മനുഷ്യൻ അതെന്തായാലും ക്യാരക്ടറിൽ റിഫ്ലക്റ്റ് ചെയ്യും, അത് കഥാപാത്രത്തിൽ വരും. മനസ്സിലായില്ലേ? ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ പരിപാടിയിലും അത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിലും അതിൻ്റെതായ നുവാൻസുകൾ വരും. അപ്പോൾ ഒരിക്കലും അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് എൻ്റെ അടുത്തും കൂടെ ഉള്ളതാണ്. അപ്പോൾ കുഞ്ഞൻ എന്ന് പറഞ്ഞ കഥാപാത്രം വരുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റാണ് അങ്ങനത്തെ ഒരു കഥാപാത്രത്തിനോട്. അങ്ങനത്തെ ഒരു അത്രയ്ക്ക് ഹെവിയായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. അപ്പോൾ കുഞ്ഞൻ്റെ ഭ്രാന്തിനെ എങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ നോക്കണം. അത് അമ്പുക്കയുടെയും അമ്പലേട്ടൻ്റെയും പരിപാടിയാണ്. അത് ബേസിക്കലി അങ്ങനെ സെറ്റ് ചെയ്യൽ, അതിൻ്റെ ഒരു പ്രമിസ് ഉണ്ടാക്കലും ഇങ്ങനത്തെ ഒരു ചേട്ടനെ തരലും എൻ്റെ പോലെ. അപ്പോൾ ആ ഒരു സ്പേസ് വരുമ്പോൾ തന്നെ ലോട്ട് ഓഫ് തിങ്സ് കമ്മിങ് ടു ലൈഫ്. അപ്പോൾ അതാണ്, ഞാൻ മാത്രമല്ല അത് ഒരു കളവും കളി അവിടെ കൊണ്ടുവന്ന് അവിടെ അങ്ങനെയൊക്കെയാണ്. അവിടെ നല്ല കലക്ക സാമ്പാറും എല്ലാം ഉണ്ടാവും അവിടെ. ഇറ്റ്സ് ജസ്റ്റ് എ ബ്യൂട്ടിഫുൾ പോട്ട്. ഇങ്ങനെ തന്നെയാണോ? അപ്പൊ എന്ത് പറഞ്ഞാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉപമ പറഞ്ഞിട്ട് തന്നെയാണോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ? അല്ല, എളുപ്പം ഞങ്ങൾ സംസാരിക്കാറില്ല. ബേസിക്കലി ദിസ് ഇസ് ദ റീസൺ. ഉപമകൾ പറയണ ബാസിനോട് സംസാരിക്കണ്ട. രണ്ട് ഉപമ പറഞ്ഞത് ഉപ്പുമാവ് പറഞ്ഞു. പിന്നെ ഈ കൊച്ചി സ്ലാങ് എങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ലാങ്ങിനോടൊക്കെ പിടിച്ചത്? അങ്ങനെയല്ല, അത് ഇങ്ങനെ സ്റ്റീരിയോ ടൈപ്പിലായി പോകുന്നു ഇങ്ങനെ തോന്നിയപ്പോഴേക്കും ഞാൻ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ആദ്യം എനിക്കല്ലടാ ബോറടിക്കണത്, പിന്നെല്ലാം നിങ്ങക്ക് ബോറടിക്കണത്. അപ്പൊ എനിക്ക് കുറച്ച് നേരത്തെ അറിയാം കാര്യങ്ങൾ. പക്ഷെ യു ഹാവ് ടു റൺ ദിസ്. അപ്പോൾ നമ്മൾ ചെയ്യും ചില റോളുകൾ നമ്മൾ ചില പടങ്ങൾ ചെയ്യും, അങ്ങനത്തെ അവസ്ഥകൾ എനിക്കുണ്ടാവില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ വി ഹാവ് ടു ബി കെയർഫുൾ. എങ്ങനത്തെ റോള്, എങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനത്തെ പടങ്ങൾ മാത്രം ഞാൻ ചെയ്യും. അങ്ങനത്തെ പരിപാടിയിൽ ജീവിക്കാൻ പറ്റില്ല, അരി വെക്കാൻ പറ്റില്ല.